യോഗത്തിൻ്റെ അധ്യക്ഷൻ ശ്രീ റാഫി, മുഖ്യ അനുസ്മരണം നടത്തുന്ന പ്രിയപ്പെട്ട ലാൽ, അനുസ്മരണ പ്രഭാഷണം നടത്തുന്ന ദിലീപ്, മറ്റ് വേദിയിലുള്ള സുഹൃത്തുക്കളെ, സഹപ്രവർത്തകരെ, കഴിഞ്ഞ ദിവസം സോഹൻ ഇങ്ങനെ ഒരു പ്രോഗ്രാമിനെ കുറിച്ച്, ഈ ഒരു ഫംഗ്ഷനെക്കുറിച്ച് എന്നെ വിളിച്ച് പറഞ്ഞപ്പോഴോ ഞാൻ ആലോചിച്ച് എന്തിനാണ് ഇത്ര പെട്ടെന്ന് ഇങ്ങനെ ഒരു പരിപാടി നടത്തുന്നത്. ഒരു വർഷം കഴിയട്ടെ എന്നൊക്കെ എൻ്റെ മനസ്സിൽ തോന്നി. എൻ്റെ മനസ്സിൽ ഇതൊരു 5-6 വർഷം മുമ്പാണ്, 5-6 മാസം മുമ്പാണ് ഷാഫി നമ്മളെ വിട്ടുപോയതെന്നുള്ളതാണ്. എത്ര പെട്ടെന്നാണ് ഒരു വർഷം കടന്നു പോയത്. ഷാഫിയെ ഞാൻ ആദ്യമായിട്ട് പരിചയപ്പെടുന്നത് അല്ലെങ്കിൽ കാണുന്നത് ഏതാണ്ട് 10-25 വർഷങ്ങൾക്ക് മുമ്പാണ്. ഞാനിവിടെ എറണാകുളത്ത് തന്നെ ദേവദൂതൻ്റെ തിരക്കഥ രചനയുമായിട്ട് ഞാനിവിടെ ഉള്ള സമയത്ത് അതിൻ്റെ എഴുത്ത് കുറച്ച് നീണ്ടുപോവുകയും സിനിമ തുടങ്ങാൻ കുറച്ചുകൂടെ സമയം വേണ്ടി വരും എന്നുള്ളൊരു സാഹചര്യത്തിലാണ് സിയാദിന് പെട്ടെന്ന് ഒരു പടം ചെയ്യണമെന്നൊരു ആഗ്രഹം വരികയും അല്ലെങ്കിൽ അങ്ങനെ ഒരു ആവശ്യമുണ്ടാവുകയും ശ്രീ രഞ്ജിത്താണെന്ന് റാഫിയും മെക്കാട്രിയും ചേർന്നിട്ടുള്ളൊരു സിനിമയുടെ ഒരു പ്രോജക്റ്റ് അവിടേക്ക് കൊണ്ടുവരുന്നത്, സത്യം ശിവം സുന്ദരം എന്നുള്ള സിനിമയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ സിയാദിൻ്റെ പ്രോജക്റ്റ് ആയതുകൊണ്ടും ഞാനിവിടെ സ്ഥലത്തുണ്ടായിരുന്നുകൊണ്ടും പലപ്പോഴും ആ ലൊക്കേഷനിലൊക്കെ പോകാറുണ്ടായിരുന്നു. ഒരിക്കൽ അതിൻ്റെ ഒരു റെക്കോർഡിങ്, പോസ്റ്റ് പ്രൊഡക്ഷൻ നടക്കുമ്പോൾ ലാൽ മീഡിയയിലാണെന്ന് തോന്നുന്നു, അതിൻ്റെ റെക്കോർഡിങ് നടക്കുന്ന ഒരു സമയത്ത് ഞാനവിടെ ഒരാൾ ഈ കൺസോളൊന്നുമില്ല, അതിൻ്റെ ഒരു മൂലയ്ക്ക് മാറി നിന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് അഭിപ്രായങ്ങൾ പറയുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇയാളെ നോക്കുന്നുണ്ട്. പക്ഷെ പറയുന്നതൊക്കെ വളരെ റിലവൻ്റ് ആയിട്ടുള്ള അഭിപ്രായങ്ങളാണ്. അപ്പോൾ ഞാൻ സിയാദിനടുത്ത് ചോദിച്ചു, ഇതാരാന്ന് ചോദിച്ചു. അത് റാഫിയുടെ അനുജൻ ഷാഫിയാണ്. എന്നാണ് ഞാൻ ഇയാളെ ശ്രദ്ധിക്കുന്നത്. അയാൾക്ക് കൃത്യമായ ഒരു ജഡ്ജ്മെൻ്റ് ഉണ്ട് അവിടെ നടക്കുന്ന റെക്കോർഡിങ്ങിൻ്റെ കാര്യങ്ങളിൽ. അത് കൃത്യമായിട്ടുള്ള അഭിപ്രായം പറയും, അത് സ്വീകരിക്കപ്പെടുകയും ആ രീതിയിൽ ഇവരെല്ലാം അതിനെ അക്സെപ്റ്റ് ചെയ്യുന്നപ്പോഴത്തേക്ക് അതുകൊണ്ടാണ് ഞാൻ അയാളെ ശ്രദ്ധിച്ചത്. പിന്നീട് എൻ്റെ ആദ്യത്തെ കാഴ്ചയിൽ എൻ്റെ മനസ്സിലുണ്ടായ ഇമ്പ്രഷൻ പിന്നീട് മലയാളികളായ സിനിമാ പ്രേക്ഷകരുടെ എല്ലാവരുടെയും ബോധ്യത്തിലേക്ക് വന്നു എന്നുള്ളതാണ് വാസ്തവം. ഞങ്ങൾ 10-21 വർഷങ്ങൾ കൊണ്ട് ഏതാണ്ട് അത്രയോളം സിനിമകൾ, അതിൽ ഒരു 70% സിനിമകൾ സൂപ്പർ ഹിറ്റുകളാണ്. ബാക്കിയൊക്കെ ആവറേജ് ഹിറ്റോ അല്ലെങ്കിൽ ഹിറ്റോ ആയി മാറിയിട്ടുണ്ടെങ്കിലും ഒരു സംവിധായകനെ സംബന്ധിച്ചോളം ഇത്രയും വലിയ റേറ്റ് ഓഫ് സക്സസ് സംഭവിച്ചിട്ടുള്ളത് അപൂർവ സംവിധായകർക്ക് മാത്രമാണ്. സിദ്ദിഖിൻ്റെയും റാഫിയുടെയും ഒക്കെ പിന്മുറക്കാരനായി വരികയും തൻ്റേതായിട്ടുള്ളൊരു വ്യക്തിമുദ്ര പതിപ്പിക്കാൻ, അവരുടെ ഒന്നും നിഴലിൽ നിന്നുകൊണ്ടല്ല, സ്വന്തമായ ഒരു ഐഡൻറ്റിറ്റി അദ്ദേഹത്തിന് ഇവിടെ സൃഷ്ടിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഷാഫിയുടെ ഏറ്റവും വലിയ വിജയം. ഷാഫിയുടെ സിനിമകളൊക്കെ ഒരു തരത്തിൽ പറഞ്ഞാൽ ഒരു കൾട്ട് മോഡലുള്ള സിനിമകളെ പിന്നീട് മാറി. ഇപ്പോൾ ചട്ടമ്പിനാടിലെയും കല്യാണരാമനിലെയും ഷാഫിയുടെ ഓരോ സിനിമകളിലെയും ഡയലോഗുകൾ, രംഗങ്ങളൊക്കെയും പിന്നീട് ആവർത്തിച്ച് സോഷ്യൽ മീഡിയയിൽ കാണുകയും അല്ലെങ്കിൽ ട്രോളിനായി ഉപയോഗിക്കുകയൊക്കെ ചെയ്യുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. അത്രമാത്രം ജനഹൃദയങ്ങളിലേക്ക് ചേർന്ന് നിന്ന കഥയും കഥാപാത്രങ്ങളും സംഭാഷണങ്ങളും ഒക്കെ തന്നെയായിരുന്നു അത്. എഴുത്തുകാരുടെയും ഏത് എഴുത്തുകാരായാലും അതോടൊപ്പം തന്നെ അതിനെ ദൃശ്യവൽക്കരിക്കാനുള്ള അല്ലെങ്കിൽ അതിനെ ഏറ്റവും എഫക്റ്റീവായിട്ട് അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കഴിയുന്നൊരു സ്കില്ല് ഷാഫിക്കുണ്ടായിരുന്നു. ഇനിയും ഒരുപാട് സിനിമകൾ ചെയ്യാനായിട്ട്, ഒരുപാട് ഹിറ്റുകൾ സമ്മാനിക്കാനായിട്ട് പ്രായവും കാലവും ഒക്കെ ബാക്കി നിൽക്കുകയാണ് ഷാഫി ഒരു കാലത്തിൽ വിട്ടുപോകുന്നത്. തീർച്ചയായിട്ടും വലിയൊരു സങ്കടം ഉണർത്തുന്ന വിടവാങ്ങലായിരുന്നു 57-ാം വയസ്സിലുള്ള ആ തിരിഞ്ഞു നടത്തം. ഈ ഒരു വേളയിൽ ഇവിടെ ഷാഫിയുടെ ഏറ്റവും അടുത്ത എല്ലാവരും ഇവിടെ ഉണ്ട്. ഷാഫിയുമായിട്ട് ഏറ്റവും അടുത്ത് സഹകരിച്ച എല്ലാവരും ഇവിടെ ഉണ്ട്. അവരുടെയൊക്കെ ആ സ്നേഹം, അവരുടെയൊക്കെ ആ നല്ല ഓർമ്മകൾ ഇവിടെ പങ്കുവയ്ക്കപ്പെടും. തീർച്ചയായിട്ടും ഇതിൻ്റെ ഷാഫിയുടെ പേരിലുള്ള ആദ്യത്തെ അവാർഡ് ചെന്ന് ചേരുന്നതും ഏറ്റവും അർഹമായ കരങ്ങളിലേക്കാണ് എന്നുള്ളതും സന്തോഷം. മമ്മൂട്ടിയെ വെച്ചിട്ടാണ് എനിക്കൊന്ന് ഷാഫി 4-5 പടങ്ങൾ ചെയ്തിട്ടുള്ളത്. ചട്ടമ്പിനാടും മായാവിയും വെനീസിലെ വ്യാപാരിയും തൊമ്മനും മക്കളും ഒക്കെയുള്ള സിനിമകൾ മമ്മൂട്ടി വെച്ച് ചെയ്തു. ഇപ്പോൾ മമ്മൂട്ടിയെ വെച്ച് ആദ്യ സിനിമ ചെയ്ത
ശ്രീ ജിതിൻ ജോസിലേക്ക് ആ പുരസ്കാരം എത്തുമ്പോൾ അതും ഒരുപക്ഷെ ഷാഫി എന്ന സംവിധായകൻ്റെ ഓർമ്മയ്ക്ക് നൽകാവുന്ന ഏറ്റവും നല്ല ഒരു സമർപ്പണമാണ്. ഈ വേളയിൽ അത് ഷാഫിയുടെ നല്ല ഓർമ്മകൾക്ക് മുമ്പിൽ പ്രണാമം അർപ്പിച്ചുകൊണ്ട് അവാർഡ് ജേതാവായ ശ്രീ ജിതിൻ ജോസിനെ അഭിനന്ദിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. ഔപചാരികമായ ഈ സമ്മേളനത്തിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കുന്നു. നന്ദി, നമസ്കാരം. ഹോം അപ്ലയൻസ് വാങ്ങാൻ ഒരിടത്ത്, ക്രോക്കറി വാങ്ങാൻ വേറൊരിടത്ത്, ഗാഡ്ജറ്റ്സ് വാങ്ങാൻ വേറെ എവിടെയോ ഒരിടത്ത്. അതെ, എന്തിനെങ്ങനെ പലയിടത്ത് ഓടണം? മൈജി ഫ്യൂച്ചർ ഉണ്ടല്ലോ. മൊബൈൽ ഫോൺ മുതൽ ഹോം അപ്ലയൻസസ് വരെ എല്ലാം ഒരിടത്ത്, ഏറ്റവും കുറഞ്ഞ EMI. അങ്ങനെയാണെങ്കിൽ ഏറ്റവും കുറഞ്ഞ വില. ആഹാ, എന്നാ ഏറ്റവും കൂടുതൽ ഓഫറുകൾ. മൈജി ഫ്യൂച്ചർ, എക്സ്പീരിയൻസ് ദ നെക്സ്റ്റ്. മൈജി ആണ് ഫ്യൂച്ചർ.